എക്സൽസോഫ്റ്റ് ടെക്നോളജീസ് അവർ IPO അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇഷ്യൂ സൈസ് വരുന്നത് 500 കോടിയാണ്. ഈ 500 കോടിയിൽ 180 കോടി ഫ്രഷ് ഇഷ്യൂ, ബാലൻസ് വരുന്ന 320 കോടി ഓഫർ ഫോർ സെയിലുമാണ്. IPO ടൈപ്പ് വരുന്ന മെയിൻ ബോർഡാണ്. റവന്യൂ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ എന്ന് പറഞ്ഞാൽ 233 കോടിയാണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 114 തൊട്ട് 120 രൂപ വരെയാണ്. NSE-യിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ 9.35%. ലോട്ട് സൈസ് ആണ് 125 ഷെയർസ് ആണ് വരുന്നത്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വരുന്ന 14,250 ആണ്. പ്രീ അപ്ലൈ ഡേറ്റ് വരുന്ന 14 നവംബർ ആണ്. ബിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന 19 നവംബറിലാണെങ്കിലും നമുക്ക് 14 തീയതി തൊട്ട് തന്നെ IPOയ്ക്ക് നമുക്ക് അഡ്വാൻസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ബിഡ് എൻഡ് ചെയ്യുന്ന ഡേറ്റ് എന്നാണ് 21 നവംബർ ആണ്. അലോട്ട്മെന്റ് ഫൈനലൈസേഷൻ ഡേറ്റ് വരുന്ന 24 നവംബർ ആണ്. അതായത് IPO ഇഷ്യൂ ചെയ്തിട്ട് ഷെയർ കിട്ടിയ ആപ്ലിക്കന്റിനെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് ആണ് അലോട്ട്മെന്റ് ഫൈനലൈസേഷൻ ഡേറ്റ്. റിലീസ് ഓഫ് ഫണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ IPO ഇഷ്യൂ ചെയ്തിട്ട് ഷെയർ കിട്ടാത്ത ആപ്ലിക്കന്റിന് അവരുടെ ഫണ്ട് റീഫണ്ട് ചെയ്യുന്ന ഡേറ്റ് ആണ് റിലീസ് ഓഫ് ഫണ്ട് ഡേറ്റ്. അത് നവംബർ 25 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡിമാറ്റ് ട്രാൻസ്ഫർ ഡേറ്റ് അതും നവംബർ 25 ആണ് വരുന്നത്. അതുപോലെ IPO ഇഷ്യൂ ചെയ്തിട്ട് ഷെയർ കിട്ടിയ ആപ്ലിക്കന്റിന് അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഡിമാറ്റ് ട്രാൻസ്ഫർ ഡേറ്റ്. അതുപോലെ ലിസ്റ്റിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഷെയർ ലിസ്റ്റ് ചെയ്യുന്ന ഡേ ആണ്. അതായത് 26 നവംബറിലാണ് കമ്പനിയുടെ ഷെയർ ലിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ കമ്പനിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എക്സൽസോഫ്റ്റ് ടെക്നോളജി ഈസ് എ ഗ്ലോബൽ വെർട്ടിക്കൽ SAS കമ്പനി സ്പെഷ്യലൈസ്ഡ് ഇൻ ദ ഡൈവേഴ്സ് ലേണിംഗ് ആൻഡ് അസസ്മെന്റ് മാർക്കറ്റ്. കമ്പനി ഗ്ലോബലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന എന്തിലാണ്? സ്പെഷ്യലൈസ്ഡ് ഇൻ ദ ഡൈവേഴ്സ് ലേണിംഗ് ആൻഡ് അസസ്മെന്റ് മാർക്കറ്റ്. ഇറ്റ് ഹാസ് എ സ്ട്രോങ് ലെഗസി ഓവർ ടു ഡെക്കേഡ് ഇൻ എഡ്യൂക്കേഷണൽ ടെക്നോളജി. വിദ്യാഭ്യാസ രംഗത്ത് 20 വർഷമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എക്സൽസോഫ്റ്റ്. അതുപോലെ തന്നെ പ്രൊവൈഡിംഗ് സൊല്യൂഷൻ അക്രോസ് ഡൈവേഴ്സ് ലേണിംഗ് ആൻഡ് അസസ്മെന്റ് സെഗ്മെന്റ് ത്രൂ ലോങ് ടൈം കോൺട്രാക്ട് വിത്ത് എന്റർപ്രൈസ് ക്ലയന്റ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ബിസിനസ് രംഗത്തും എക്സൽ സോഫ്റ്റ്വെയർ നല്ല രീതിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ ഇറ്റ് ഈസ് ഫോക്കസ് ഓൺ ദി അസസ്മെന്റ് മാർക്കറ്റ് ത്രൂ ഇറ്റ്സ് AI ബേസ്ഡ് അസസ്മെന്റ് ആൻഡ് പ്രൊക്വറിംഗ് സൊല്യൂഷൻ അക്രോസ് 19 കൺട്രീസ് ഓഫ് ഓഗസ്റ്റ് 31, 2025. 2025 വന്ന് നിൽക്കുമ്പോഴത്തേനും കമ്പനി 19 കൺട്രീസിൽ അവരുടെ AI ബേസ്ഡ് അസസ്മെന്റ് ആൻഡ് പ്രൊക്വറിംഗ് സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കമ്പനി ഓപ്പറേഷൻ ത്രൂ 4 ബിസിനസ് വെർട്ടിക്കിൾസ്. അത് ഏതൊക്കെ വെർട്ടിക്കിൾസ് ആണെന്ന് നോക്കുകയാണെങ്കിൽ അസസ്മെന്റ് ആൻഡ് പ്രൊക്വറിംഗ് സൊല്യൂഷൻ, ലേണിംഗ് ആൻഡ് സ്റ്റുഡന്റ് സക്സസ് സിസ്റ്റം, എഡ്യൂക്കേഷണൽ ടെക്നോളജി സർവീസസ് ആൻഡ് ലേണിംഗ് ഡിസൈൻ ആൻഡ് കണ്ടന്റ് സൊല്യൂഷൻ. മെയിൻലി കമ്പനി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന എഡ്യൂക്കേഷൻ മേഖല, ബിസിനസ് മേഖല, അതുപോലെ ഡിസൈൻ ആൻഡ് കണ്ടന്റ് സൊല്യൂഷനിലാണ്. കമ്പനിക്ക് IPO ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന എമൗണ്ടിൽ 34%, അതായത് 61 കോടിയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ദ കമ്പനി വിൽ യൂസ് 61 crore ടു പർച്ചേസ് ലാൻഡ് ആൻഡ് കൺസ്ട്രക്ഷൻ ന്യൂ ബിൽഡിംഗ് അറ്റ് മൈസൂർ. മൈസൂരിലെ ന്യൂ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അപ്ഗ്രേഡിംഗ് ഓഫ് IT ഇൻഫ്രാസ്ട്രക്ചർ 30% യൂസ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്യുന്നതിന്. അത് 54 കോടി ഫോർ IT ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡിന് വേണ്ടിയാണ് അവർ ഉപയോഗിക്കാൻ നോക്കുന്നത്. ഫണ്ട് ഫോർ അപ്ഗ്രേഡേഷൻ 39 കോടി ഫോർ മൈസൂർ ഫെസിലിറ്റി എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ സിസ്റ്റം അപ്ഗ്രേഡിന് വേണ്ടിയാണ് 21% യൂസ് ചെയ്യുന്നത്. ബാലൻസ് വരുന്ന 13% ജനറൽ കോർപ്പറേറ്റ് പർപ്പസിന് വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് കമ്പനിയുടെ പെർഫോമൻസ് അവരുടെ കോർ സെക്ടറുമായിട്ട് ആ സെയിം സെക്ടറിലുള്ള കമ്പനിയുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. റവന്യൂ, അതുപോലെ 3 ഇയർ ഗ്രോത്ത്, PE റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എക്സലിന്റെ ഡേറ്റ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സെക്ടറിന്റെ ഓവറോൾ ഡേറ്റ തന്നിട്ടുണ്ട്. അതുപോലെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡിന്റെ, ഇൻഫോസിസ് ലിമിറ്റഡിന്റെ, HCL ടെക്നോളജീസിന്റെ ഈ 3 കമ്പനീസ് ഒരു ലാർജ് സ്കെയിൽ കമ്പനിയാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്സൽസോഫ്റ്റ് ഒരു സ്മോൾ സ്കെയിൽ കമ്പനിയാണ്. അപ്പൊ നമുക്ക് റവന്യൂ കണ്ടു നോക്കാം. എക്സലിന്റെ റവന്യൂ എത്രയാണ്? 233 കോടിയാണ്. ഈ സെക്ടറിന്റെ ഓവറോൾ റവന്യൂ എത്രയാ? 2461 കോടിയാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ ആണെങ്കിൽ 2,55,324 കോടിയാണ്. ഇൻഫോസിസ് ലിമിറ്റഡിന്റെ ആണെങ്കിലോ 1,62,999 കോടിയാണ്. HCL ടെക്നോളജിയുടെ ആണെങ്കിലും 1,17,055 കോടിയാണ്. കമ്പാരിറ്റീവ്ലി സെക്ടർ വൈസ് നോക്കുവാണെങ്കിലും റവന്യൂ കുറവാണ്. കാരണം ഇതൊരു സ്മോൾ സ്കെയിൽ കമ്പനിയാണ്. ഇത് ഗ്രോ ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ അതിൻ്റെതായ ഒരു ലിമിറ്റേഷൻ കാണാം. 3 വർഷത്തെ ഗ്രോത്ത് നോക്കുവാണെങ്കിൽ സെക്ടർ ബേസ് 0.05% ആണ് ഓവറോൾ വരുന്നത്. പക്ഷേ ഈ കമ്പനിക്ക് എത്രയാണ്?
എക്സൽ സോഫ്റ്റിന് എത്രയാണ് വരുന്നത്? 9.35% വരുന്നത്. പി റേഷ്യോ നോക്കുവാണെങ്കിൽ സെക്ടർ ബേസ് വരുന്നത് 148 പക്ഷെ നമ്മുടെ എക്സൽ സോഫ്റ്റിന് എത്രയാണ് വരുന്നത്? 34%. കമ്പാരിറ്റീവ്ലി നല്ല കുറവാണ്. അതുകൊണ്ട് നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് എക്സൽ സോഫ്റ്റിന്റെ ഷെയർ മേടിക്കാൻ സാധിക്കും. ടാറ്റ കൺസൾട്ടൻസി സർവീസിനാണ് 22, ഇൻഫോസിസ് ലിമിറ്റഡിനാണ് 22, HCL ടെക്നോളജിക്കാണ് 25 വരുന്നത്. കമ്പാരിറ്റീവ്ലി ചെറിയ രീതിയിൽ പി റേഷ്യോ എക്സലിന് കൂടുതലാണ്, എന്നാലും സെക്ടർ ബേസ് നോക്കുമ്പോഴത്തേനും കുറവാണ്. അതുപോലെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കുവാണെങ്കിൽ സെക്ടർ ബേസ് ഓവറോൾ വരുന്നത് 0.31 ആണ് വരുന്നത്. പക്ഷെ നമ്മുടെ കമ്പനി നോക്കുവാണെങ്കിലോ നല്ല രീതിയിൽ കുറവാണ്, 0.07 ആണ്. കാരണം കമ്പനിക്ക് കടം കുറവാണ്, ഡെപ്റ്റ് കുറവാണ്, അതൊരു നല്ല സൈനാണ്. വേറെ കമ്പനീസ് നോക്കുവാണെങ്കിൽ ടാറ്റ കൺസൾട്ടിക്കാണെങ്കിൽ 0.11 ആണ് വരുന്നത്, ഇൻഫോസിസിനാണെങ്കിൽ 0.09 ആണ്, HCL ടെക്നോളജി ലിമിറ്റഡിനാണെങ്കിൽ 0.09 ആണ് വരുന്നത്. ഇതുപോലെ നമ്മൾ കമ്പനിയുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ ഇവിടെ എമൗണ്ട് തന്നിരിക്കുന്നത് മില്യണിലാണ്. ഞാനിപ്പോൾ റെപ്രസെന്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കോടിയിലാണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ നോക്കുവാണെങ്കിൽ ഇയർ ടു ഇയർ നല്ല രീതിയിൽ ഗ്രോത്ത് കാണാൻ സാധിക്കും. 2023 195 കോടിയായിരുന്നത് 2024 ആയപ്പോൾ 198 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. ഈ വർഷം 2025 ആയപ്പോൾ 233 കോടിയാണ്. കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കുവാണെങ്കിലോ പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് നോക്കുവാണെങ്കിൽ 2023 22 കോടിയായിരുന്നു, 2024 ആയപ്പോൾ ഒരു 12 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ്. എന്നാലും 2025 ആയപ്പോഴത്തേനും 34% നെറ്റ് പ്രോഫിറ്റ്, 34 കോടിയാണ് നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. അതുപോലെ EPS നോക്കുവാണെങ്കിൽ 2023 2.24 പൈസയായിരുന്നു, അത് 2024 ആയപ്പോഴത്തേനും 1.27 പൈസയായി. ഇപ്പൊ 2025 വന്ന് നിൽക്കുമ്പോൾ 3.47 പൈസയാണ്. നമുക്ക് ഗ്രോത്ത് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ 3 വർഷത്തെ പെർഫോമൻസ് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ റവന്യൂ ഇയർ ടു ഇയർ ഗ്രോത്ത് കാണാൻ സാധിക്കും. 2023 195 കോടിയായിരുന്നു, അത് 2025 ആയപ്പോഴത്തേന് 233 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. എബിറ്റ് നോക്കുവാണെങ്കിൽ 2023 68 കോടിയായിരുന്നു, 2024 ആയപ്പോഴത്തേന് 54 കോടിയായിട്ട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2025 ആയപ്പോഴത്തേനും 73 കോടിയായിട്ട് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുവാണെങ്കിൽ 2023 22 കോടിയായിരുന്നു, പക്ഷെ 2024 12 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2025 ആകുമ്പോഴത്തേനും അതൊരു 34 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. അസറ്റ് നോക്കുവാണെങ്കിൽ 2023 436 കോടിയായിരുന്നു, 2024 ആയപ്പോഴത്തേക്ക് ഒരു 421 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2025 ആയപ്പോൾ 470 കോടിയാണ് ടോട്ടൽ അസറ്റ് വരുന്ന കമ്പനിയുടെ. അതുപോലെ കമ്പനിയുടെ സ്ട്രെങ്ത് നോക്കുവാണെങ്കിൽ പ്രൂവൻ എക്സ്പെർട്ടീസ് അക്രോസ് അസസ്മെന്റ്സ് ഡിജിറ്റൽ ലേണിംഗ്. കമ്പനി എക്സൽ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഗ്ലോബലി അവൈലബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എഡ്യൂക്കേഷൻ പർപ്പസിനും അതുപോലെ തന്നെ ബിസിനസ് മേഖലയിലും യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ എക്സ്പെർട്ടീസ് ഇൻ ഡെലിവറിങ് ഡിജിറ്റൽ ലേണിംഗ് ഗ്ലോബലി, അതായത് ഇപ്പോൾ UK യിലാണെങ്കിലും US സിംഗപ്പൂരിലും അതായത് ഗ്ലോബലി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് വിത്ത് ക്ലയൻസുമായിട്ട് നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ കമ്പനി എഫക്റ്റ് ചെയ്യും, നല്ലൊരു പോസിറ്റീവാണ് അത് കമ്പനിയുടെ. അതുപോലെ ഫ്ലെക്സിബിൾ ടു വർക്ക് വിത്ത് ഡൈവേഴ്സിഫൈഡ് ടെക്നോളജി. ഈ ഫിനാൻഷ്യൽ ഇയർ 2025 3 കോടി ഇന്നവേറ്റീവ് ഐഡിയാസിന് വേണ്ടി, അതായത് കമ്പനിയിലെ എംപ്ലോയീസിന് AI അതുപോലെ തന്നെ AR/VR റിലേറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടി, അതായത് പ്രോഗ്രാംസ് വെബിനാർ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയായിട്ട് അത്രയും കോടി രൂപ 3.2 കോടി രൂപ അവർ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം HR ഡിപ്പാർട്ട്മെന്റ് ഇംപ്രൂവ് ചെയ്യുവാണെങ്കിൽ പ്രൊഡക്ഷനെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നതായിരിക്കും. കമ്പനിയുടെ വീക്ക്നെസ് നോക്കുവാണെങ്കിൽ ഹൈ റവന്യൂ കോൺസെൻട്രേഷൻ. ഒരു 60% റവന്യൂ കിട്ടുന്ന പേഴ്സണൽ എഡ്യൂക്കേഷൻ ഗ്രൂപ്പിൽ നിന്നാണ്. അതായത് നമുക്ക് നോക്കി കാണാൻ സാധിക്കും 2025 2024 കൂടുതലും പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് പേഴ്സണൽ എഡ്യൂക്കേഷൻ ഗ്രൂപ്പിൽ നിന്നാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ക്ലാഷസ് വരുവാണെങ്കിൽ കമ്പനിയെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. അതുപോലെ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻ റിസ്ക്. കമ്പനി ഗ്ലോബലി അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എക്സൽ സോഫ്റ്റ്. അപ്പം എക്സ്ചേഞ്ച് റേറ്റിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ വന്നിട്ടുണ്ട് അത് കമ്പനിയെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. അതുപോലെ കോർപ്പറേറ്റ് ഗ്യാരണ്ടി എക്സ്പോഷർ. അതുപോലെ പെറ്റ്ന ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് പ്രൊമോട്ടറിന് വേണ്ടി ഒരു 300 കോടിക്ക് വേണ്ടി ഒരു ഗ്യാരണ്ടിയർ ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ പെറ്റ്ന ടെക്നോളജി ലിമിറ്റഡ് എന്തെങ്കിലും ഡിഫാൾട്ട് കാണിക്കുകയാണെങ്കിൽ അത് കമ്പനിയെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. അതുപോലെ ഡിപ്പെൻഡിങ് അപ്പോൺ ലിമിറ്റഡ് വെർട്ടിക്കൽസ്. എ മേജർ പോർഷൻ ഓഫ് ദ കമ്പനി ബിസിനസ് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ടു 2 സെക്ടറിലാണ് മേജർ ആയിട്ട് കമ്പനിയുടെ വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പബ്ലിഷേഴ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ് ആൻഡ് ടെസ്റ്റിംഗ് ഏജൻസി. ഈ ഏജൻസി രണ്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അത് കമ്പനിയെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. കമ്പനിയുടെ ഒരു 78% റവന്യൂ കിട്ടുന്ന ഈ 2 മേഖലകളിൽ നിന്നാണ്. അപ്പോൾ അത് കമ്പനിയെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നതാണ്.
കമ്പനി നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രോയിങ് കമ്പനി, ഒരു സ്മോൾ സ്കെയിൽ കമ്പനിയാണ് എക്സോസോഫ്റ്റ് വരുന്നത്. അതിന്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ പി റേഷ്യോ കുറവാണ്. അപ്പോൾ പി റേഷ്യോ സെക്ടറിനേക്കാളും കുറവാണ്. അപ്പോൾ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് ഷെയർ മേടിക്കാൻ സാധിക്കും. അതുപോലെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, കമ്പനിക്ക് ഡെപ്റ്റ് കുറവാണ്. അതുപോലെ ഓപ്പറേഷണൽ പ്രോഫിറ്റും കൂടുതലാണ്. നമ്മൾ ഇനി ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ കമ്പനി ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും കമ്പനിക്ക് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആണെങ്കിലും ഇയർ ടു ഇയർ കൂടുന്നുണ്ട്. അതുപോലെ EPS ഏണിംഗ് പെർ ഷെയറും കമ്പനിക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. പിന്നെ ഡീമെറിറ്റ്സ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഒരു മെയിൻ ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ന ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡിന് 300 കോടി കടമെടുത്തപ്പോഴത്തേനും അവർക്ക് ഗ്യാരണ്ടിയർ ആയിട്ട് നിന്നിട്ടുണ്ട്. അവരെന്തെങ്കിലും ഡിഫോൾട്ട് വരുവാണെങ്കിൽ അത് കമ്പനിയെ എഫക്ട് ചെയ്യും. പിന്നെ അതുപോലെ ഗ്ലോബൽ വൈഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എക്സോസോഫ്റ്റ്. പിന്നെ എക്സ്ചേഞ്ച് റേറ്റിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ വന്നാലും അത് കമ്പനിയെ എഫക്ട് ചെയ്യുന്നതായിരിക്കും. കൂടുതലും എഡ്യൂക്കേഷൻ, പേഴ്സണൽ എഡ്യൂക്കേഷൻ ഗ്രൂപ്പുമായിട്ട് കണക്റ്റഡ് ആയിക്കണം. അവിടെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും കമ്പനിയെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നതായിരിക്കും. ഇത് ഞാനൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്, അല്ലാതെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല.